കരമാർച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ഒരു വാക്യം, ഉന്നതവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ഒരാളെ ശബ്ദമുയർത്തി വായിച്ചാണ്. ഉന്നതവൃത്താന്തങ്ങളുടെ പുസ്തകം 28:10. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ കണ്ണുകളടച്ചാട്ടെ. ഇന്ന് പകലിലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ഇതുവരെ ദൈവിക ആലോചനകൾക്ക് മുമ്പിൽ, ദൈവിക ആരാധനകൾക്ക് മുമ്പിൽ കർത്താവിനെ മഹത്വീകരിക്കാൻ നമുക്കിടയായി തീർന്നു. പിന്നെയും ദൈവിക വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുവാൻ അത്തരം തുറന്നൽപ്പസമയം ഹല്ലേലൂയ അന്യഭാഷ പ്രാപിച്ചവർ, അഭിഷേകം പ്രാപിച്ചവർ ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ശക്തിയോടെ 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 ആത്മകൃപ പ്രാപിച്ചവരാ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം, അവൻ ജീവനുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് അവൻ പകലിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ അവൻ സലാന്തകാര മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ പൊട്ടിമാറുവാൻ വന്ന ദൈവകരകളിലേക്ക് അഭിഷേകന്മാർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പ സമയം പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രാർത്ഥന, ഈ കൂട്ടായ്മ ഇന്ന് പകലിലെ ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കുവാൻ, ചില അടയാളങ്ങൾ നടക്കുവാൻ അവൻ പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിലേക്ക് ഈ ആലയത്തിന്റെ യേശുവിന്റെ നാമത്തിൽ അവൻ ദൈവ പ്രവൃത്തി ആലയത്തിന്റെ മേൽ നന്ദിയോടെ 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 കർത്താവേ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല ഭാഗ്യ പദവിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ദൈവദാസന്മാരായി അവൻ കുടുംബങ്ങളായി കർത്താവെ പ്രിയ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിനകത്ത് കടന്നു വന്ന അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ഈ ദേശത്ത് വെളിപ്പെടുവാൻ, ആലയത്തിനകത്ത് വെളിപ്പെടുവാൻ ദൈവം ഇവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, വലിയ വിടുതലുകൾ സംഭവിക്കുന്ന അവൻ ദൈവിക പ്രവർത്തികളായി ദിവസങ്ങളിൽ സംഭവിക്കുക അങ്ങനെ ഒരുമിച്ച് അവൻ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, സകല അന്ധകാര മണ്ഡലങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച ഇന്ന് പകലിൽ ജയമെടുക്കുകയാണ്. ദൈവത്തിന്റെ വചനം അവൻ ഈ ദേശത്ത് വിതറപ്പെടട്ടെ. അങ്ങനെ വിശ്വസിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ അങ്ങയുടെ കഥ അവൻ ദേശത്തിന്റെ മേൽ വെളിപ്പെടുത്തുന്നതിനായി വചനം ദൈവത്തിന്റെ പ്രവർത്തിയായി വെളിപ്പെടട്ടെ. കലകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവം കൂടെയിരിക്കുക. തുടർന്ന് അല്പസമയം ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ നടക്കുമ്പോൾ അവൻ ദൈവം നിങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം വലിയ ചെയ്യണം, തിരുനാമം മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രിയ വത്സല്യ, പ്രിയ രാജു പാസ്റ്ററുടെ സഭയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ അധ്യക്ഷ പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് ജേക്കബ് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന, നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന യൂത്ത് വിംഗ് ഫോർ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ സജു പാസ്റ്റർ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ വർഷിപ്പൊക്കെ ലീഡ് ചെയ്ത് മനോഹരമായിട്ട് ഇത്രയും ചന്തമായി
ഉചിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ ശക്തന്മാരായ ദൈവദാസന്മാർ ഇവിടെ ഉണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലില് ഇത്രയും ദൈവദാസന്മാരുടെ മുമ്പിൽ ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ആരംഭത്തിൽ കർത്താവിന് നന്ദി പറയുകയാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും ഒരു കൂട്ടം. എന്നാൽ ഇന്ന് പകലിലെ ഇത്രയും വലിയൊരു കൂട്ടം അവൻ ഹല്ലേലൂയ ഈ ദേശത്ത് നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവ വളരെ എല്ലാ ദൈവദാസന്മാരാണല്ലോ. ദൈവത്തിന്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ഇനി ഇവിടെ അന്ധകാരമെന്ന് പറയില്ല. സ്തോത്രം. അവൻ അന്ധകാരം മാറ്റുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ദൈവം ാണ് അവൻ. ഹല്ലേലൂയ. നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ഹല്ലേലൂയ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അവൻ ഇന്ന് പകലിലെ അന്ധകാരം മാറ്റി അവൻ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവൻ ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗമായി അവൻ നമ്മെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ ഇവിടെ നമ്മളെ എത്തിയിരിക്കുന്നത് അവൻ വെറുതെയല്ല. ചില അന്ധകാരങ്ങളെ അവൻ ഹല്ലേലൂയ നമ്മളെ പിടിച്ചടക്കാൻ പോകുക. ചില അന്ധകാരങ്ങളെ അവൻ നമ്മൾ ഓട്ടിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തത് അവൻ അന്ധകാരം മാറ്റാൻ അവൻ നമ്മെ തെരഞ്ഞെടുത്തത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ അവൻ ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ അവൻ ചിലതിനു വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഒന്ന് കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അവൻ വായിക്കപ്പെട്ട വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. അവൻ ശലോമോനെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ശലോമോനെ കുറിച്ച് നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും അവൻ ഒന്ന് രണ്ട് വാക്കുകൾ അവൻ ശലോമോനെ കുറിച്ചും അവൻ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട അവൻ ഒന്ന് രണ്ട് വ്യക്തികളെ മാത്രം പരിചയപ്പെടുത്തി അവൻ വേഗത്തിൽ അവൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കപ്പെട്ട വേദഭാഗത്തിനകത്ത് 10ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ടോ? നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവൻ വിശുദ്ധ മന്ദിരമായ ഒരു ആലയം അവൻ ശലോമോനെ കൊണ്ട് അവൻ ദൈവം പണിയുവാൻ ആഗ്രഹിച്ചു എങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? അവൻ ചിലത് പണിയുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. സ്തോത്രം ചെയ്തോ. അവൻ ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാ? അവൻ ഹല്ലേലൂയ ചിലത് പണിയുവാൻ വേണ്ടിയാ. അവൻ ചിലത് പണിയുവാൻ വേണ്ടിയാണ്. അവൻ ഹല്ലേലൂയ ഇന്ന് പകലില് അവൻ ദൈവിക അവൻ ശുശ്രൂഷകളിലായിരിക്കുന്ന അവൻ ദൈവഭൃത്യന്മാരോട് പറയട്ടെ, അവൻ ഹല്ലേലൂയ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ ചിലത് പണിയുവാനാണ്. അവൻ അവസാനിപ്പിക്കുവാനല്ല. അവൻ മേൽക്കുമേൽ ചിലത് പണിതുകൊണ്ടേയിരിക്കും. അവസാനിച്ചു എന്ന് അവൻ നമ്മൾ എല്ലാവരും പറയും. ചില പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ ഇതുകൊണ്ട് ഞാൻ അവസാനിച്ചല്ലോ, ഇതുകൊണ്ട് ഞാൻ തീർന്നു പോയല്ലോ, ഇവിടെ കൊണ്ട് നിന്നു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അവൻ ഹല്ലേലൂയ പറയട്ടെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലത് നമ്മെ കൊണ്ട് ചെയ്തിരിക്കും. ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ശലോമോനെ ദൈവം അവൻ തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. വേദപുസ്തകത്തിന്റെ ആദ്യോടന്തം പഠിക്കുമ്പോൾ ഒത്തിരി പ്രവാചകന്മാര്, ഒത്തിരി ന്യായാധിപന്മാര്, ഒത്തിരി ശ്രേഷ്ഠന്മാര്, ഭക്തന്മാരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ തലങ്ങളിൽ, ഓരോ ഘട്ടങ്ങളിൽ, ഓരോ പ്രവർത്തികൾ അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുവാനിടയാണ്. പകലിൽ എന്നെയും നിങ്ങളെ എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? ഏത് തരത്തിലേക്ക് നമ്മൾ പോകുവാനാണ് എന്ന് അവൻ ഇന്ന് പകലിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് വേണം ഈ പകലിൽ നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടത്. സ്തോത്രം. എല്ലാവരുടെ ജീവിതത്തിനകത്ത് തെരഞ്ഞെടുപ്പുണ്ടല്ലേ? മാനുഷികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നമുക്കറിയാലോ. മണ്ഡലമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെതായ രീതികളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. സ്തോത്രം. എല്ലാ തെരഞ്ഞെടുപ്പും അതിൻ്റെതായ കാര്യാദികളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ്. സ്തോത്രം.
സ്വതന്ത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിന്റെ തെരഞ്ഞെടുപ്പ് ചില നാളുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവർ ഉണ്ടാക്കിയിട്ട് അവർ അവരുടേതായ സാമ്പത്തിക ഭദ്രത കൃത്യമായിട്ട് അനുഭവിച്ചിട്ട് അതിനുവേണ്ടി അവർ നിന്നിട്ട് ശേഷം ആമേൻ ഹല്ലേലൂയ മറ്റൊരു തലത്തിലേക്ക് അവർ മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, പക്ഷേ അവരെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവം അവൻ നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ആമേൻ ഹല്ലേലൂയ ഒരു കാലഘട്ടത്തിന് മാത്രമല്ല ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മെ കൊണ്ട് അവൻ ചിലത് ദൈവം ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആലയം പണിയുവാൻ വേണ്ടി എന്ത് ചെയ്തു? ശലോമോനെ തിരഞ്ഞെടുത്തു. ആലയം പണിയുക എന്ന ലക്ഷ്യം ആമേൻ ഹല്ലേലൂയ നമുക്കറിയാം. ചരിത്രം പഠിക്കുമ്പോൾ ഒത്തിരി സംഭവങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയാണ്. ആലയം പണിയുവാൻ വേണ്ടി ശലോമോനെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ കാരണം ശലോമോനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് നമ്മൾ പറയാറുണ്ട് ശലോമോനെ കുറിച്ച്. എല്ലാം അറിയാവുന്ന ആമേൻ ഹല്ലേലൂയ ജ്ഞാനിയായ മനുഷ്യനാണ് അവൻ ശലോമോൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശലോമോന് ആമേൻ ഹല്ലേലൂയ എന്തിനെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ആമേൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആലയം പണിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ദാവീദിന്റെ മകനായി ആമേൻ ഹല്ലേലൂയ ദാവീദിനെയും ആമേൻ കർത്താവ് ചില സന്ദർഭങ്ങളിൽ ആമേൻ ഹല്ലേലൂയ തിരഞ്ഞെടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒത്തിരി പേരെ ആമേൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ശലോമോനെ കുറിച്ചാണ്. ആമേൻ ഹല്ലേലൂയ ശലോമോന്റെ പ്രവൃത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. അതുപോലെ തന്നെ വേദപുസ്തകത്തിനകത്ത് ആമേൻ മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ ആമേൻ മോശയെ ദൈവം തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേലിന്റെ അടിമത്തത്തിലായിരിക്കുന്ന അവൻ ഒരു കൂട്ടം ജനതയുണ്ട്. അവൻ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. സ്തോത്രം. ഇസ്രായേലിന്റെ അടിമത്തത്തിലാണ് ഫറവോൻ. അവരെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദനകളും സങ്കടങ്ങളും അവൻ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുന്നത് എങ്ങനെയാണ്? എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അടുത്ത തലത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ ഒരു വ്യക്തി ഇറങ്ങി വന്നിരിക്കും. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഈ ദേശത്ത് ആമേൻ ഹല്ലേലൂയ ചിലത് ആമേൻ ഹല്ലേലൂയ അന്ധകാരത്തിൽ കിടക്കുന്നുണ്ട് എങ്കിൽ ആമേൻ ഹല്ലേലൂയ പ്രിയ ദൈവദാസനെ ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ദൈവം ഈ ദേശത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ ചിലതിനെ ആമേൻ ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ വേണ്ടിയാ, ചിലതിനെ വിടുവിക്കുവാൻ വേണ്ടിയാ, ചിലതിനെ ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ആമേൻ നേടുവാൻ വേണ്ടിയാ. ആമേൻ ഹല്ലേലൂയ. അപ്പോഴും ആമേൻ ഹല്ലേലൂയ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ഭക്തനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആമേൻ ഹല്ലേലൂയ മോശ പറഞ്ഞത് എങ്ങനെയാണ്? ആമേൻ ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിനകത്ത് അവൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കാം. പുറപ്പാട് പുസ്തകം 3:10. ആകയാൽ വരിക പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്കും മോശ ദൈവത്തോട് എന്തുമാത്രമുള്ളൂ. ഹല്ലേലൂയ. മോശ പറയുകയാണ് ഇത്രയും ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ഞാൻ എന്തുമാത്രമാണുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരും പ്രശ്നമല്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ അവൻ ഫറവോനൊന്നുമല്ല. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെയാണ് ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ ഹല്ലേലൂയ തിരഞ്ഞെടുക്കുവാൻ പോകുന്നത്, അവരെ മോചിപ്പിക്കുവാൻ പോകുന്നത്. അതിന് നീ മുഖാന്തരമായിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിന്റെ ആമേൻ ഹല്ലേലൂയ വൈകല്യങ്ങൾ നിനക്ക് അവൻ പ്രശ്നമല്ല. അവൻ നിന്റെ വൈകല്യങ്ങൾ അവൻ ദൈവത്തിന് പ്രശ്നമല്ല. ആമേൻ ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് എങ്ങനെയാ? ആമേൻ ഹല്ലേലൂയ ദൈവം അവൻ നിന്നോട് കൂടെയുണ്ട്. 12-ാമത്തെ വാക്യത്തിനകത്ത് മോശയോട് അവൻ ദൈവം അരുളി ചെയ്യുന്നത് എങ്ങനെയാണ്? 12-ാം വാക്യം. ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവൻ കർത്താവിന് വേണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ മോശ പറയും, അവൻ ഞാൻ തടിച്ച നാക്കുള്ളവനാ, അവൻ ഞാൻ വിക്കനാ, അവൻ ഹല്ലേലൂയ എനിക്ക് അവൻ ഹല്ലേലൂയ ചിലത് ചെയ്യാൻ കഴിയുമോ? സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവ് പറയുകയാ, എടാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, അവൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, അവൻ നീ ഇറങ്ങിയ അവൻ ഹല്ലേലൂയ നിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ ചെറുതായ ഒരു അനുഭവത്തിലല്ല നിന്നെ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത്. അവൻ ഹല്ലേലൂയ നിന്നോട് കൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ. ഒരു വൈകല്യങ്ങള് അവൻ ഹല്ലേലൂയ കർത്താവിന് പ്രശ്നമല്ലെന്ന് അവൻ ഹല്ലേലൂയ നമ്മൾ ഒളിച്ചിരിക്കണ്ട. കർത്താവ് നമ്മെ അവൻ വിളിച്ചിറക്കിയിട്ടുണ്ട് എങ്കിൽ അവൻ ഹല്ലേലൂയ ഒരിടത്തും പോണ്ട, അവൻ ഹല്ലേലൂയ നീ പേടിക്കണ്ട. അവൻ നിന്റെ കൂടെയുള്ളവൻ അവൻ ഹല്ലേലൂയ വലിയവനായ ദൈവമാണ്. ദൈവത്തെ ആരാധിച്ചോ, അവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ തകർച്ചു കളയുന്ന ദൈവമല്ലെന്ന് അവൻ നിന്റെ ജീവിതത്തിനകത്ത് അവൻ ശുശ്രൂഷ മേഖലകളിൽ അവൻ കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് നീ പറഞ്ഞാണ് അവൻ അയ്യോ എനിക്കിത് മാത്രമേ കഴിഞ്ഞുള്ളൂ, ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അവൻ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇല്ല, അവൻ നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവൻ നീ ചിലത് ചെയ്യാൻ പോകുകയാ. ഫറവോനെ വിട്ട് ഓടിപ്പോയവനാ അവൻ മോശ. ഹല്ലേലൂയ. അവൻ ഫറവോനെ വിട്ട് അവൻ ഹല്ലേലൂയ ഓടി ഒളിച്ചിരുന്നവനാ മോശ. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? അവനെ തിരികെ ഫറവോന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദേശം വിട്ടു ഓടണ്ട, അവൻ സദറി ഒളിച്ചോടണ്ട. അവൻ ഹല്ലേലൂയ നിന്നെ അവൻ ഹല്ലേലൂയ കൊല്ലുവാൻ തീരുമാനിക്കുന്നവരുടെ മുമ്പിലേക്ക് അവൻ ശക്തനായ ഒരുവൻ നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ ഹല്ലേലൂയ പ്രശ്നം അവൻ ഹല്ലേലൂയ അത് ഫറവോനായാലോ അവൻ മറ്റേത് പൈശാചിക മണ്ഡലമായാലോ അവൻ നിന്നെ തകർക്കുവാൻ അവൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുക. മോശയെ കർത്താവ് തെരഞ്ഞെടുത്തു. പുസ്തകത്തിനകത്ത് മറ്റൊരു ഭാഗത്ത് അവൻ ഗിദെയോനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് അവൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അല്ലയോ പരാക്രമശാലിയായ മനുഷ്യനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗിദെയോനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അവൻ ഹല്ലേലൂയ ദൈവം ഗിദെയോനോട് ഇങ്ങനെയാണ് വിളിക്കുന്നത്. വാക്യം ഒന്ന് വായിക്കാം. 6:14. ന്യായാധിപന്മാരുടെ പുസ്തകം 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, ആ നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ. അവൻ കർത്താവ് ഗിദെയോനെ വിളിച്ചിട്ട് പറയുകയാ, ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. സ്തോത്രം. അവൻ ഹല്ലേലൂയ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ജനം അവൻ ഹല്ലേലൂയ പിന്നെ വിടുവിക്കുവാൻ ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പേര് വേദപുസ്തകത്തിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് ശക്തന്മാരായ അവൻ ഹല്ലേലൂയ ഒത്തിരി ദൈവ ഭക്തന്മാരുണ്ട്. അതിലൊന്നാണ് ഗിദെയോൻ. സ്തോത്രം. മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേലിനെ അവൻ ഹല്ലേലൂയ സ്തോത്രം അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്ത അവൻ ഹല്ലേലൂയ മാറ്റി നിർത്തിയിട്ട് അവൻ പറയുകയാണ്, നീ മുഖാന്തര ഇവരെ എന്ത് ചെയ്യും? രക്ഷിക്കുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ചരിത്രമെല്ലാം നമുക്കറിയാം. അവൻ ഹല്ലേലൂയ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ഇത് അവൻ ഹല്ലേലൂയ സാധിക്കുമോ? കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഒരു ഒറ്റ മനുഷ്യൻ എന്ന പോലെ നീ അവരെ തോൽപ്പിക്കും. ഹല്ലേലൂയ. അവരെ ഒറ്റ മനുഷ്യൻ എന്ന പോലെ നീ അവരെന്ത് ചെയ്യും? അവൻ തോൽപ്പിക്കാൻ പോകുകയാ. അതിന്റെ അവൻ 16-ാമത്തെ വാക്യത്തിനകത്ത് അവൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ അവനോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്താ അവൻ ഹല്ലേലൂയ നീ എത്ര ചെറിയ മനുഷ്യനായിരുന്നാലും അവൻ ഹല്ലേലൂയ നിനക്ക് കൃപയില്ലേ, അവൻ ഹല്ലേലൂയ നിനക്ക് കഴിവില്ലേ, അവൻ ഹല്ലേലൂയ നീ ഒതുക്കി കളഞ്ഞു നീ ചിന്തിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ ഗിദെയോനെ അവൻ ഹല്ലേലൂയ അത്രയും പോകുന്ന ശക്തമായ സൈന്യത്തിന്റെ നടുവിൽ അവൻ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ, അവരെ ഒറ്റ മനുഷ്യൻ എന്ന പോലെ എന്ത് ചെയ്യാണ്? അവൻ തോൽപ്പിക്കാൻ പോകുകയാണ്. അവരെ ജയിക്കുവാൻ അവൻ നിനക്ക് കഴിയും. എന്താ കാരണം അതിൻ്റെത്? ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താണെന്നൊക്കെ 16-ാം വാക്യത്തിനകത്ത് പറയുകയാണ്, നിന്നോട് കൂടെ ഞാനുണ്ട്.
നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ നമ്മുടെ കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ നമ്മെ തെരഞ്ഞെടുത്ത കാലം മുതൽ അവനില്ലാതെ നമുക്കൊന്നുമേ ചെയ്യുവാൻ സാധ്യമല്ല. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്കൊരിക്കലും നിൽക്കുവാൻ സാധ്യമേയല്ല. വിശ്വാസിയായാലും ദൈവദാസന്മാരായാലും ദൈവത്തിന്റെ കൃപയില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ കൃപയാണ് നമുക്ക് വലുത്. ോട് പറയുക, അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ. അവൻ നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ആ കർത്താവിനെ മഹത്വം പറഞ്ഞാട്. അവ എല്ലാവരെയും നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പല ദേവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എന്നെ കർത്താവ് കണ്ടു, എന്നെ തെരഞ്ഞെടുത്തു, അതുകൊണ്ടാണ് ഇന്ന് പകലിലും ഇവിടെ നിൽക്കുന്നത്. എന്റെ അനുഭവം പറയാ. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ആരും കയറാത്ത ഒരു വിളയിൽ മദ്യപിച്ച് മതോമത്തനായി ഇനി ജീവിതമില്ല, അവൻ ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല, ഇനി ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ കർത്താവ് എന്നെ കണ്ടു. ഹല്ലേലൂയ. അവൻ എന്നെ തെരഞ്ഞെടുത്തു. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിർത്തിയിരിക്കുന്നുണ്ട് എങ്കിൽ അവൻ, ഞാൻ പറയോ, അവൻ എന്റെ കർത്താവ്, അവൻ വലിയവനാ. അവൻ അവസാനിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത് അവൻ കർത്താവ് തീർന്നിട്ടില്ല. നിന്നെ കൊണ്ട് ചിലത് ചെയ്യാനുണ്ട്. അവൻ ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യുക. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാ. നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ വേറെ ഒരു പാത്രമായിരിക്കാനല്ല. അവൻ ചിലത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് പുതിയൊരു കൃപയോടുകൂടി അവൻ പുറത്തു വരുവാനാ. ഇവയോട് പറഞ്ഞു, നീ ഇറങ്ങിക്കോ, നീ ആരാ, നീ പറയും, എനിക്കിതിനൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ട് സാധിക്കുമോ? അവൻ ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പറയരുത്, എനിക്കിത് പറ്റുമോ, ഇതെനിക്ക് കഴിയുമോ, ഇതോടുകൂടി എന്താ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ കൊണ്ടേ കഴിയത്തുള്ളൂ. നിന്നെ കൊണ്ടേ കഴിയത്തുള്ളൂ. ഇത്രയും പോകുന്ന ജനത്തെ അവൻ തകർക്കണമെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ ദൈവം തെരഞ്ഞെടുത്തു. അല്ലെങ്കിൽ ദൈവനോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ചിലതിനെ വിടിവിക്കുവാൻ പോകുകയാണ്. പുസ്തകത്തിനകത്ത് ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ സുപരിചിതമാണ്. അദ്ദേഹത്തിന്റെ സ്ഥിരം പ്രതിയുള്ള ദൈവത്തിന്റെ വചനത്തിനകത്ത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. എന്ത് ചെയ്തു? കരടിയെ സ്വത്രം പിടിച്ചു കീറി, സ്വത്രം വലിച്ചു കീറി, സിംഹത്തെ എന്ത് ചെയ്തു? വലിച്ചു കീറി. അത്രയും ശക്തനായ ദാവീദിനെ കുറിച്ച് ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യാൻ സഭകളിൽ അവൻ പ്രസംഗിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് 16-ാം അധ്യായത്തിനകത്തോട്ട് കടന്നു വരുമ്പോൾ അവൻ ദാവീദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദാവീദ് എന്ത് ചെയ്തു? തന്റെ ജ്യേഷ്ഠന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ സ്തോത്ര പ്രവാചകനോട് പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവരാരുമല്ല, ഇനി മറ്റൊരുവൻ കൂടെ ഉണ്ടല്ലോ, സ്തോത്ര, അവനെ ഇവിടെ കൊണ്ടുവരണം. അവനെ ഇവിടെ എന്ത് ചെയ്തു? കൊണ്ടുവരണം. സ്തോത്രം. വനാന്തരങ്ങളിൽ ആടുമേച്ച് കിടന്നവനെ ഇവിടെ കൊണ്ടുവന്നു. അവനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. അവൻ പ്രവാചകനോട് ദൈവം പറഞ്ഞു, മുഖം നോക്കരുത്, പുറക്കം നോക്കരുത്, ഞാൻ നോക്കുന്നത് ഹൃദയമാണ്. അവൻ ഇന്ന് പകലിൽ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഈ വനാന്തരങ്ങളിലാണെങ്കിൽ ഏതെങ്കിലും ഒളിത്താവളത്തിൽ നിന്നെ സകലരും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയാ, ദൈവം വിചാരിച്ചാൽ നിന്റെ സ്ഥിതിക്ക് എന്തെയും മാറ്റം വരിക. നിന്നെ പുറത്തു കൊണ്ടുവരിക, നിന്നെ പുറത്തു കൊണ്ട് അഭിഷേകം ചെയ്ത നിർത്തിയെങ്കിൽ ദാവീദിന് പറയുവാൻ കഴിയുക, അടുത്ത തലത്തിലേക്ക് ദാവീദ് പോയത്. സ്തോത്രം. ശൗൽ രാജാവ് മാറിയപ്പോൾ ദാവീദ് അവൻ രാജാവായി മാറി. അവനെ രാജാവാകുന്നതിന് മുമ്പ് തന്റെ
ജ്യേഷ്ഠന്മാരുടെ ഇടയിലുണ്ടല്ലോ അവൻ മാറ്റി നിർത്തിയവനായിരുന്നു. സ്തോത്ര. അവനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത് എങ്ങനെയാ? നീ എന്തിന് ഇവിടെ വന്നു? അവൻ ഹല്ലേലൂയ, നിനക്ക് കാട്ടിലല്ലേ നിന്റെ ജോലി? അവൻ നിന്നെ ഏൽപ്പിച്ച ആടെന്ത് ചെയ്തു? അതിനെ നീ എവിടെ വിട്ടു? അവൻ ഹല്ലേലൂയ, നീ പോ അവിടെ. സ്തോത്ര. ദാവീദിനോട് പറഞ്ഞു, നീ പൊക്കോ, ഇവിടെ നിന്നെ കൊണ്ട് ആവശ്യമില്ല. സ്തോത്ര. അവൻ ഹല്ലേലൂയ, ദാവീദ് പറഞ്ഞു, അവൻ ഹല്ലേലൂയ, യവനെ ഈ ഗോലിയാത്തിനെ തകർക്കണമെങ്കിൽ അവൻ സ്തോത്ര എന്റെ മേലൊരു കൃപയുണ്ട്. ഹല്ലേലൂയ. ഈ ഗോലിയാത്തിനെ തകർക്കണമേ, എന്റെ മേലൊരു കൃപയുണ്ട്. അത് അവൻ ഹല്ലേലൂയ ശൗലിനോട് പറഞ്ഞത് ഇങ്ങനെയാ, അവൻ കാട്ടിൽ കിടന്ന അവൻ ഹല്ലേലൂയ ആടിനെ പിടിക്കാൻ വന്ന കരടിയെയും സിംഹത്തിനെയും ഞാൻ അവനെ അടിച്ചിട്ടു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ഗോലിയാത്ത് എന്റെ മുമ്പിൽ ഒന്നുമല്ല. സ്വത്രം. ഇന്ന് പകലിൽ പറഞ്ഞു, അവൻ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ അവൻ ഹല്ലേലൂയ നിനക്ക് ഒന്നുമല്ല. അവൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ അവൻ ഒന്നുമല്ല. അവൻ അവയെ തകർക്കുവാൻ അവൻ നിനക്ക് കഴിയും. പറഞ്ഞോ, അവൻ ഹല്ലേലൂയ എന്റെ മേൽ അതിനുള്ള കൃപയുണ്ട്. ഹല്ലേലൂയ, എന്റെ മേൽ അതിന്റെ മേലുള്ള കൃപയുണ്ട്. അവൻ ഹല്ലേലൂയ ഗോലിയാത്തിനെ തകർക്കുവാൻ അവൻ ഹല്ലേലൂയ പടച്ചട്ടകൾ അവൻ ഹല്ലേലൂയ ശൗൽ ഊരി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് ഇട്ടുകൊണ്ട് നീ അവൻ ഹല്ലേലൂയ അവനോട് പോയി യുദ്ധം ചെയ്യും. സ്വന്തം. ഹല്ലേലൂയ, രാജാവ് പറഞ്ഞതാ, അല്ലെങ്കിൽ നീ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണം? നീ അവനോട് പോയി യുദ്ധം ചെയ്തൊക്കെ എടുത്തിട്ടപ്പോ പുള്ളിക്കാരന് ഹല്ലേലൂയ സംഗതി മനസ്സിലായി, ഇത് പരിപക്കേടാണ്. ഹല്ലേലൂയ, ഇതുകൊണ്ട് എനിക്ക് കാര്യം നടക്കില്ല. സ്വന്തം. ഹല്ലേലൂയ, കണ്ടവന്റെ അവൻ ഹല്ലേലൂയ സ്തോത്രം എന്താ പറയുക? പടച്ചട്ടയും അവൻ ഹല്ലേലൂയ ചെങ്കോലും വാള് വേണ്ടി അവൻ പോകാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, നിന്റെ കയ്യിൽ ഒരു കവണയുണ്ട്, 5 കല്ലുണ്ട്. അവൻ നിന്റെ കയ്യിൽ എന്തുണ്ടോ അതാണ് കർത്താവ് നോക്കുന്നത്. അവൻ അടുത്തിരിക്കുന്ന മറ്റാരുടെയും കൂട്ടുപിടിക്കണ്ട, അടുത്തിരിക്കുന്ന ഒരുത്തനെയും നോക്കണ്ട. അവൻ ഹല്ലേലൂയ നിന്റെ കൂടെ ചിലർ വരുമെന്ന് അവൻ നീ ചിന്തിക്കുമെങ്കിൽ അവൻ ആരുടെയും സഹായമില്ലാതെ എന്റെ ദൈവം നിന്നെ വിളിച്ചത് ഒറ്റയ്ക്ക. അവൻ ഒറ്റയ്ക്ക, അവൻ ഒറ്റയ്ക്ക, അവൻ ആരെയും കൂട്ടുപിടിക്കണ്ട. ഇന്ന് പകലില് അവൻ നീ ആരാധിച്ചോ, എന്റെ ദൈവം എന്നെ വിളിച്ചത് അവൻ ഒറ്റയ്ക്ക. അവൻ നിന്റെ മേലുള്ള കൃപ അവൻ ഇന്ന് പകലിന് അവൻ പുറപ്പെടിക്കുവാൻ. നിന്റെ കയ്യിലുള്ള കല്ലുണ്ടല്ലോ, നിന്റെ കയ്യിലുള്ള കണവയുണ്ടല്ലോ, അവൻ അതിന്റെ അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അവൻ നീ ആരെയും കൂട്ടുപിടിക്കണ്ട, ആരുടെയും സഹായം വേണ്ട. അവൻ നിനക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ നീ പറയരുത് അവൻ എനിക്ക് കഴിഞ്ഞ, പക്ഷെ ദാവീദ് പറയുക അവൻ എന്റെ മേലൊരു കൃപയുണ്ട്. എന്റെ പേരൊരു കൃപയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ഹല്ലേലൂയ അവൻ മുമ്പോട്ട് പോയി. അവൻ ഹല്ലേലൂയ അടുത്ത തലത്തിൽ അവൻ കാലെടുത്ത് അവന്റെ നെറ്റിക്കടിച്ചു. അവൻ ഹല്ലേലൂയ അവൻ തറയിൽ വീണു. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? അവന്റെ തല വെട്ടി മാറ്റി. ഇന്ന് പകലിൽ പറയാ, ഹല്ലേലൂയ നിന്റെ പേര് ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയുണ്ട്. അവൻ ഹല്ലേലൂയ ആ കൃപയ്ക്ക് ഒത്തവണ്ണ അവൻ ഹല്ലേലൂയ നീ മുന്നേറിക്കൊള്ളണം. നിന്റെ മേൽ തന്നിരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിനൊത്തവണ്ണ നീ മുന്നേറിക്കൊള്ളണം. അവൻ പിന്നോട്ട് വാങ്ങാനല്ല, അവൻ ഹല്ലേലൂയ മാറുക, അവൻ ചാടാനല്ല. ഇന്ന് പകലിൽ അവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിന്റെ കരകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് കൃത്യമായി ചെയ്യുവാൻ യേശുവിന്റെ നാമത്തിൽ അവൻ ഹല്ലേലൂയ അത് കണ്ടപാടെ അവൻ ഹല്ലേലൂയ ഓടിക്കളഞ്ഞു. സ്തോത്രം. അവൻ ഹല്ലേലൂയ ഗോലിയാത്തിന്റെ കൂടെ പിന്നിൽ നിന്ന് എല്ലാം ഓടി. അവൻ ഹല്ലേലൂയ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ശത്രുവിന് അവൻ ഹല്ലേലൂയ നീക്കാൻ കഴിയത്തില്ല. അവൻ പൈശാചിക മണ്ഡലങ്ങൾക്ക് അവൻ നീക്കാൻ കഴിയത്തില്ല. നീ ആവേശത്തോടെ പോകുന്നത്, ആവേശത്തോടെ യാത്ര ചെയ്യുന്നത്, ആവേശത്തോടെ ചെയ്യുന്ന അവൻ ദൈവിക കാര്യങ്ങൾക്ക് അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ, നിനക്കെതിരായി വരുന്ന ചിലതിനെ തകർക്കുവാൻ അവൻ ഹല്ലേലൂയ എന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ ഹല്ലേലൂയ 18-ാമത്തെ വാക്യത്തിനകത്ത് അവൻ 1 ശമൂവേൽ അവൻ ഹല്ലേലൂയ 16 അവൻ ഹല്ലേലൂയ അതിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ അവനോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, യഹോവ അവനോട് കൂടെയുണ്ട്. അവനോട് കൂടെയുള്ളത് കൊണ്ട് അവൻ ദാവീദ് ഇതൊക്കെ ചെയ്തത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവനോട് കൂടെ ഉള്ളത് കൊണ്ട് ദാവീദ് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. സ്തോത്ര. അവൻ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ബന്ധം നമുക്കില്ലാതെ പോയാൽ ഹല്ലേലൂയ നാം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു, ഒന്നും സാധ്യമല്ല. ഹല്ലേലൂയ നാം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, യഹോവ കൂടെയുള്ള ഇല്ല എങ്കിൽ ഒന്നും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ വേദപുസ്തകത്തിനകത്ത് ശമൂവേലിന്റെ പുസ്തകത്തിൽ ശൗലിനെ കുറിച്ച് ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ഹല്ലേലൂയ ശൗൽ ഒളിച്ചിരിക്കുകയാണ്. സ്വതം ഹല്ലേലൂയ. ശൗലിനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ശൗൽ എന്ത് ചെയ്യുകയാണ്? അവൻ സാധാരണങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒളിച്ചിരിക്കുകയാണ്. സ്തോത്ര. പക്ഷേ കർത്താവ് അവനെ കണ്ടു. ഹല്ലേലൂയ. കർത്താവ് അവനെ കണ്ടു. ചീട്ടിട്ടത് അവനാ. അടുത്ത തലത്തിലേക്ക് ഹല്ലേലൂയ രാജാവായി വാഴിക്കുവാൻ വേണ്ടിയാ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തത്. അവൻ ഒളിച്ചിരിക്കുന്ന ഇടം ഹല്ലേലൂയ സ്തോത്രം കണ്ടുപിടിച്ചിട്ട് അവനെ കൊണ്ടുവന്ന ഹല്ലേലൂയ അഭിഷേകം ചെയ്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഒളിച്ചിരിക്കേണ്ട ഹല്ലേലൂയ പുറത്തു വന്നു ഒളിച്ചിരുന്നാലും കർത്താവ് അവിടെ നിന്ന് പുറത്തിറങ്ങും. സ്വതന്ത്രം. ഹല്ലേലൂയ. എത്ര കാലം ഒളിച്ചിരിക്കാൻ പറ്റും? എത്ര സമയം ഒളിച്ചിരിക്കാൻ പറ്റും? ഇല്ല, അവൻ ഒരിക്കലും പറ്റത്തില്ല. അവൻ ദൈവവേലയ്ക്ക് ഉള്ളതാണ് എങ്കിൽ, ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ഉള്ളതാണ് എങ്കിൽ സ്വതന്ത്രം ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ നിന്നെ വന്ന് പുറത്തിറക്കും. സ്വതന്ത്രം. ഹല്ലേലൂയ. പുറത്തിറങ്ങിയ ഹല്ലേലൂയ ശമൂവേലിനെ കുറിച്ച് ശൗലിനെ കുറിച്ച് നമുക്ക് ഹല്ലേലൂയ വേദപുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയുകയാണ്. അതുപോലെ തന്നെ ശക്തന്മാരിലായിരിക്കുന്ന പുതിയ നിയമത്തിനകത്ത് കാണുവാൻ കഴിയുന്ന പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഹല്ലേലൂയ ശൗലായി മാറിയിട്ട് ഹല്ലേലൂയ ശൗലായിരിക്കവേ കർത്താവ് അവനെ തൊട്ടപ്പോൾ പൗലോസായി മാറി. ഹല്ലേലൂയ. ക്രിസ്തീയ ഭക്തന്മാരെ ഉപദ്രവിക്കുവാൻ വേണ്ടി സംഘത്തിൽ നിന്ന് ഹല്ലേലൂയ പത്രവും വാങ്ങിക്കൊണ്ടുള്ള യാത്ര ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടി അനന്തരം ദൈവത്തിനോട് സംസാരിക്കുക. നീ ആരാകുന്നു കർത്താവേ? കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന കർത്താവാണ് ഞാൻ. ഹല്ലേലൂയ. നിന്നെ സ്വതന്ത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. പറയട്ടെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലനെ ദൈവം കണ്ട നാൾ മുതൽ വേദപുസ്തകത്തിന് ലേഖനങ്ങൾ എഴുതി ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അതിശക്തമായി പോരാടിയിട്ട് ജീവനോടിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ ശക്തൻ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്കായി നീതിയുടെ കിരീടം വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകലില് ജീവനോടിരിക്കുമ്പോൾ പറയണ, ഞാൻ നല്ല പോർ പൊരുതി. ഹല്ലേലൂയ. നമുക്കറിയല്ലോ ഹല്ലേലൂയ മരണത്തിന് ശേഷം കല്ലറയിൽ എഴുതി വെക്കും. സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. സ്തോത്രം. ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു ബന്ധവും കാണില്ല സുവിശേഷമായിട്ട്. സ്തോത്രം. ഒത്തിരി കല്ലറകൾ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അതിനകത്ത് എല്ലാവർക്കും ഒരു വാക്യം മാത്രമേ എഴുതാനുള്ളൂ. ഞാൻ നല്ല പോർ പൊരുതി. മരിച്ചതിന് ശേഷമല്ല, ജീവനോടിരിക്കുമ്പോൾ പറയണ, ഞാൻ നല്ല പോർ പൊരുതി. ഇന്ന് പകലിൽ ആർക്ക് പറയാൻ കഴിയും? ഞാൻ പൊരുതുന്നതാ, ഞാൻ ഓടുന്നതാ എന്റെ കർത്താവിന് വേണ്ടിയാ. ഇവിടെ ഇരിക്കുന്ന പലരും ദൈവദാസന്മാരാണല്ലോ, ശുശ്രൂഷകരാണല്ലോ. ഇന്ന് പകലിൽ പറയണ, ഞാൻ ഓടുന്നത് എന്റെ കർത്താവിന് വേണ്ടിയാ. ഞാൻ പൊരുതുന്നത് എന്റെ കർത്താവിന് വേണ്ടിയാ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ അവൻ നല്ല പോർ പൊരുതുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അത് തെരഞ്ഞെടുക്കപ്പെട്ട ഭക്തന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. വെള്ളമടിച്ച് മദ്യവെച്ച് ഹല്ലേലൂയ നടക്കുന്നവന്റെ കല്ലറയിൽ എഴുതി വെക്കാനുള്ളതല്ല ഇത്. സ്തോത്രം. ഇത് ഭക്തന്മാർക്ക് വേണ്ടിയാ. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് പകലില് ഹല്ലേലൂയ ഒരു തെരഞ്ഞെടുപ്പ് എന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. ഇന്ന് പകല് ഹല്ലേലൂയ ഈ ദേശത്തിനകത്ത് ഇത്തരത്തിലൊരു ആലയം ഉയർന്നിട്ടുണ്ട് എങ്കിൽ ഈ ദേശത്ത് നിന്ന് ചിലതിനെ പിടിക്കുവാൻ സമയമായി. ചിലത് ആലയത്തിനകത്തേക്ക് കടന്നു വരുവാൻ സമയമായി. ചിലത് അഭിഷേകത്തോടെ പുറത്തിറങ്ങാൻ സമയമായി. ചിലത് രോഗസൗഖ്യം പ്രാപിച്ച് പുറത്തിറങ്ങുവാൻ സമയമായി. ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവജന ദൈവദാസന്മാർ ഏറ്റെടുത്ത് ആരാധിച്ചോട്ടെ.
സ്തോത്രം ചെയ്താട്ടെ. അവൻ നിങ്ങളുടെ ശക്തിയേറിയ പ്രാർത്ഥന ഇത് പകലിൽ ഹല്ലേലൂയ പറയട്ടെ. അവൻ നമ്മെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പേര് ഭക്തന്മാരെ തെരഞ്ഞെടുത്തു എങ്കിൽ അവൻ ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. സ്തോത്രം. നമ്മളെ കൊണ്ട് ദൈവത്തിന് അവൻ വലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സ്തോത്ര. അവൻ ഹല്ലേലൂയ ദൈവദാസന്മാർ പറഞ്ഞു ടീമിനെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തി. അവൻ ഒരൊറ്റ ബോക്സിൽ അവൻ തുടങ്ങി. അവൻ ഹല്ലേലൂയ ലോറയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടിറക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ ലോറയിൽ കയറുന്ന സാധനം കൊണ്ടിറക്കാനുള്ള അവൻ ഹല്ലേലൂയ ഭാഗ്യമാണ് അവൻ ഹല്ലേലൂയ 2.5 വർഷം കൊണ്ട് ദൈവം തന്നതെങ്കിൽ അവൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തതാ. അവൻ ഹല്ലേലൂയ ചിലർക്ക് കഴിയാത്തതാ അവൻ ചെയ്യുവാൻ വേണ്ടി അങ്ങനെ തെരഞ്ഞെടുത്തതാ. അവൻ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന പ്രിയരെ, അവൻ നിങ്ങളെ അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. പാടാനെങ്കിൽ പാടാൻ, അവൻ പ്രസംഗിക്കാനെങ്കിൽ പ്രസംഗിക്കാം. അവൻ നിന്റെ നാമത്തിനു വേണ്ടി അവൻ ചില കഷ്ടതകൾ അനുഭവിക്കാനെങ്കിൽ അങ്ങനെയും. അവൻ എവിടെയെങ്കിലും കർത്താവ് നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സന്തോഷത്തോടെ കുടുംബത്തോടെ പോകും. സ്വന്തം അവരുടെ അടുത്ത് വയനാടെങ്കിലും പോകാനിരിക്കുകയാണ്. പ്രതികൂലമുള്ള ഏരിയയാണ് അവൻ പുൽപ്പള്ളിയുടെ ഭാഗം. സ്തോത്ര. അവൻ കഴിഞ്ഞ ദിവസങ്ങളിലും അവൻ മെസ്സേജുകളിലേക്ക് വന്നു. സ്തോത്ര. അവൻ ഹല്ലേലൂയ അവിടെ പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൻ ഹല്ലേലൂയ അവിടെ പാടാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൻ ഹല്ലേലൂയ അതിനു വേണ്ടി അവൻ ഹല്ലേലൂയ ഒരു ദൈവ അവൻ സ്വത്ര ഹല്ലേലൂയ കരം അവൻ സ്വത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തുക. അവൻ ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തുവാനാ അവൻ ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ടെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് വേറെ ആളെയായിരിക്കും. സ്വതന്ത്രം. അതുകൊണ്ട് നമ്മൾ പോകും. നമ്മെ കർത്താവ് അവൻ കൊണ്ടുവന്നു. സ്തോത്ര. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുക അവൻ ഹല്ലേലൂയ അതിന് മേൽ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ 1-2 തീയതികൾ നടക്കുന്ന ആ ശുശ്രൂഷയെ വഹിച്ചു പ്രാർത്ഥിക്കണം. കാരണം അവൻ പ്രതികൂലമുണ്ട്, അവൻ ഹല്ലേലൂയ പ്രതിസന്ധിയുണ്ട്. പക്ഷേ അവൻ വചനത്തിനകത്ത് ഭക്തന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോയിക്കോ. ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവജന അവൻ ഹല്ലേലൂയ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അവൻ വിശ്വസിച്ചോ എന്റെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ദൈവവചനം പറയുന്നു നിന്നോട് കൂടെയുണ്ട്. ഇതയുള്ളവർ അവനോട് കൂടെയുള്ളവരെക്കാൾ അധികം അവൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അവൻ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലതിനെ പിടിച്ചടക്കുക. അവൻ ചിലതിന്റെ മേൽ അവൻ ഹല്ലേലൂയ അധികാരം വെക്കുക. ഇന്ന് പകലിൽ നിന്നെ തെരഞ്ഞെടുത്തതാ എന്റെ ദൈവമാ. അതുകൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല, അതുകൊണ്ട് ഞാൻ പതറത്തില്ല, അതുകൊണ്ട് ഹല്ലേലൂയ എന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഞാൻ അവസാനിക്കുന്നവനല്ല. അവൻ ഹല്ലേലൂയ എന്നോട് എന്റെ ദൈവം കൂടെയുണ്ട്. ഇന്ന് പകലിൽ പറഞ്ഞു അവന്റെ പ്രായത്തിന് അവൻ ഹല്ലേലൂയ പ്രശ്നമല്ലെന്ന്. അവൻ ഹല്ലേലൂയ നിന്റെ അവൻ സൗന്ദര്യത്തിന്റെ പ്രശ്നമല്ല, നിന്റെ വൈകല്യങ്ങളുടെ പ്രശ്നമല്ല. ഇന്ന് പകലിൽ ഞാൻ പറയാ നിന്നെ തെരഞ്ഞെടുത്തവൻ എന്റെ ദൈവമാ. നിന്നെ തെരഞ്ഞെടുത്തത് എന്റെ ദൈവമാ. അതുകൊണ്ട് അവൻ എനിക്കൊന്നും പ്രശ്നമല്ല. ഇന്ന് പകലിൽ പറഞ്ഞാൽ ദൈവകൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ, ആമേൻ ഹല്ലേലൂയ ദൈവിക ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ. ഇന്ന് പകലിൽ അവൻ എന്നോട് അവൻ കൂടെയുള്ളവൻ, അവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ അവൻ വലിയവനായ ദൈവമാണ്. ഭക്തന്മാരെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അവൻ ഭക്തന്മാരെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ആരുമാകട്ടെ, അവൻ ഹല്ലേലൂയ ആരുമാകട്ടെ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ നിന്നോട് കൂടെ ഞാനുണ്ട്. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി അവൻ ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്ത അവനെല്ലാം കണ്ണുകൾ വളഞ്ഞിരിക്കുമ്പോൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ ഹല്ലേലൂയ ചില പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടി അവൻ ഹല്ലേലൂയ എന്നോട് കൂടെയുള്ള ദൈവത്തെ ആരാധിപ്പാൻ, നിന്നോട് കൂടെയുള്ള ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുവാ ഇന്ന് പകലിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. സഭയെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത അവൻ ചില മിനിറ്റുകൾ അവൻ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ചില മിനിറ്റുകൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവൻ നിന്നോട് കൂടെയുണ്ട്, അവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ ഹല്ലേലൂയ അവൻ എത്ര നല്ലവനായ ദൈവമാണ്.
ഓ ഹല്ലേലൂയ. കരം ചലിപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാതെ. കർത്താവേ, നീ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട്, ദൈവമേ നീ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൃത്യങ്ങൾക്കായി അവൻ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവൻ എന്റെ ശുശ്രൂഷകൾക്കായപ്പോ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭകൾക്കായി, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ കുടുംബങ്ങൾക്കായി, അപ്പാന്റെ ശുശ്രൂഷകൾക്കായി ഇന്ന് പകലിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയാം. ഒരാത്മാഭിഷേകത്തോടെ, ഒരാത്മകൃപയോടെ ഇന്ന് പകലില് ദൈവത്തെ ആരാധിച്ചാണ്. ദൈവത്തിന് മഹത്വം കൊടുത്താണ്.
യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലെ പ്രയാസയമേ ഓ യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലെ പ്രയാസയമേ ഓ ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാണല്ലോ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാണല്ലോ ആമേൻ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാണല്ലോ ഓ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം ഓ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാണല്ലോ അനുഗ്രഹീതമായ ഒരു ദൈവ ആരാധന കേൾപ്പാൻ ഇടയായിട്ടുണ്ട്. അത്ര പേർക്ക് സന്തോഷമുണ്ട്. രണ്ട് പദപ്രയോഗങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠത. രണ്ട്, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടിയിരിക്കും. മോശ എന്ന പ്രവാചകൻ പറഞ്ഞു, കർത്താവേ യഹോവയായ ദൈവം അവിടുന്ന് ഞങ്ങളോട് കൂടി ഇല്ലെങ്കിൽ ഞങ്ങളെ എന്ത് ചെയ്യരുത്, അയക്കരുത്, പുറപ്പെടുവിക്കരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടിയിരിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതും ഭോഷത്വമായതും തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഒത്തിരി ശ്രേഷ്ഠതയുണ്ട്. സ്തോത്രം. അതൊക്കെ 2 പദപ്രയോഗങ്ങളാണ്. അത് ശ്രദ്ധിച്ച് പഠിച്ച നമ്മളുടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് നന്നായി മനസ്സിലാകും. കർത്തദാസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നൽകി ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ മധ്യേ നല്ല കർത്താവിൻ്റെ ആലോചന കേൾപ്പാൻ ദൈവഭൃത്തിനെ കർത്താവ് ബലപ്പെടുത്തി. എല്ലാവർക്കും സന്തോഷമല്ലേ? 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ നമ്മൾ പ്രസ്താവിക്കും. അനന്തരം പ്രാർത്ഥിച്ച ആശീർവാദം പറയും. ഇപ്പോൾ നന്ദി പറയാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജു ശിവപ്രസാദിനെ ക്ഷണിക്കും. അനന്തരം നമ്മുടെ കർത്തദാസൻ പ്രിയ പീറ്റർ പാസ്റ്റർ, തമ്പി പീറ്റേഴ്സ്, അനന്തരം തമ്പി പീറ്റർ പാസ്റ്റർ മുമ്പിട്ട് കടന്നു വന്ന് ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് ആസ്വാദം പറയും. പ്രാർത്ഥിക്കുമ്പോൾ വൈകിവേളയിലെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇവിടെ. ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ എങ്കിൽ കർത്താവ് അതിന് തക്ക സമയത്ത് വഴിയൊരുക്കിയെന്ന് മാത്രം പറയാം. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ, ഞങ്ങളിങ്ങനെ പരസ്യയോഗത്തിനൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, അവിടെ ഒത്തിരി ദൂരെയാണ്, അവിടെയൊക്കെ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് മുമ്പേ സഹോദരൻ പറഞ്ഞു ഞങ്ങളൊക്കെ മീറ്റിങ്ങിന് വിളിക്കണം, ഞങ്ങൾ അവിടെ വരുമെന്ന് പറഞ്ഞു. സന്തോഷ സഹോദരൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ദൂരെ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ഇങ്ങോട്ട് വരാമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും വരാം. ഹല്ലേലൂയ. അതെനിക്കൊരു പ്രചോദനമായി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മുഖാന്തരം എനിക്ക് അവരിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യത്തോടെ എനിക്ക് അതിന് വേണ്ടിയിട്ട് നീങ്ങുവാൻ തക്കവണ്ണം ഇടയായത്. ഈ സഭ അതായത് ഈ ഹാളെല്ലാം, ഈ സ്ഥലം മേടിച്ച് സഭ പണിഞ്ഞതെല്ലാം സുദർശൻ പാസ്റ്ററാണ്. അദ്ദേഹം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് വർക്കലയിൽ നിന്ന് ഇങ്ങോട്ട് ശുശ്രൂഷ മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സഭ പണിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിന് മുഖാന്തരം ആയത് യൂജിൻ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥലമായിരുന്നു ഈ സ്ഥലം. അത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സഭ വരുമെന്നുള്ളത്. പക്ഷെ അദ്ദേഹം ആ വാഗ്ദത്തം അദ്ദേഹം ഏറ്റെടുത്തില്ല, പക്ഷെ അദ്ദേഹം കൈമാറ്റം ചെയ്തു. അതുകൊണ്ട് 2 സഭകൾ ഉണ്ടാവാൻ തക്കവണ്ണം ഇടയായി. കഠിനംകുളത്ത് അദ്ദേഹം പോയി ഒരു സഭ പണിഞ്ഞു, അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെ നടത്തിക്കൊണ്ട് പോകുന്നു. ഇവിടെ അദ്ദേഹത്തിന് ഇവിടെ ഒരു സഭ പണിയുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞാനിവിടെ എന്നെ യൂജിൻ പാസ്റ്ററിന്റെ മുഖാന്തരമാണ് ഞാനിവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത്. ഇവിടെ കടന്നു വന്നപ്പോൾ ആകെ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വേറെ ഒരു സഭയിലെ 2 വിശ്വാസികളുമായിട്ട് 3 പേരായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. അപ്പൊ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഈ 3 പേര് മാത്രമുള്ള സഭയിൽ എങ്ങനെയാ ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ അല്ലെങ്കിൽ സഹായിയായിട്ട് ഒരു പാസ്റ്ററിന്റെ ആവശ്യമുണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആരാധന കഴിഞ്ഞിട്ട്, ഞാൻ ഒന്നാമത് സുഖമില്ലാത്ത മനുഷ്യനാണ്, ഞാൻ ഒന്നാമത് ഒരു ആരാധന കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വേറൊരു ആരാധനകൾ നടത്തുവാനുള്ള ആരോഗ്യസ്ഥിതി എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ക്രമീകരിക്കാൻ ഇടയായതെന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ ഞാൻ വന്നത്. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ആലോചന കേട്ടിട്ടാണ് ഞാൻ വന്നത്. അത് ഞാൻ പറയാം. കാരണം ഞാൻ ഇവരെ കൂടെ എല്ലാം പരസ്യത്തിനൊക്കെ പോകും, സംസാരിക്കും. അങ്ങനെ അത്യാവശ്യം പ്രാർത്ഥിക്കാൻ മാത്രം പഠിച്ചു. പിന്നീട് അല്പസ്വല്പം സംസാരിക്കാൻ പഠിച്ചു. അതിനുശേഷം കുറച്ച് വഴിയിൽ നിന്ന് പ്രസംഗിക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവത്തോട് ആലോചിച്ചു, ദൈവത്തോട് ഞാൻ സംസാരിച്ചു. കർത്താവ്, ഇതെൻ്റെ ആഗ്രഹമാണ്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിന് വേണ്ടി അല്പം സംസാരിക്കണം ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് ഞാൻ നിവർത്തിക്കുന്നത്. പക്ഷെ അതെൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവത്തിൻ്റെ ഹിതം അതാണോ എന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഓരോ ദിവസം നിന്ന് സംസാരിക്കാൻ തക്കവണ്ണം ഇടയായി. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ദൈവത്തിൻ്റെ ഹിതമാണ്, പദ്ധതിയാണെങ്കിൽ ഈ ആഴ്ച എന്നെ ആരെങ്കിലും വിളിക്കണം. ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് ചിന്തിക്കും, അത് ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ തക്കവണ്ണം. അത് പിറ്റേ ദിവസം യൂജി പാസ്റ്റർ എന്നെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതിന് ഞാൻ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ സഹായിക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞു ഓക്കെ, സഹായിക്കാൻ പോവാം, ഞാൻ അവിടെ പോവാം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ
ദൈവത്തിന്റെ പദ്ധതി എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പിടിച്ചത്. ഹല്ലേലൂയ. എനിക്കത് ഞാൻ വിശ്വാസത്തിൽ വന്നത് 2014 ഞാൻ അല്പം 5 മിനിറ്റ് എടുക്കുന്നതാണ്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് കിട്ടുന്ന അവസരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന്റെ പിന്നില് ഞാൻ 2014 ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ വർഷങ്ങൾക്ക് അതിനും 10-12 വർഷങ്ങൾക്ക് മുമ്പേ രക്ഷിക്കപ്പെട്ട എൻ്റെ സഹോദരിയുടെ പ്രാർത്ഥനയാണ് എന്നെ ഇടയായത്. ഇന്ന് ആദ്യമായിട്ട് എൻ്റെ സഹോദരിയും ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മാതൃസഭയിലാണ് അവരെല്ലാവരും പോകുന്നത്. അദ്ദേഹത്തിന് ഒരു വിഷമം വരാൻ പാടില്ല എന്ന് വിചാരിച്ച് ഇതുവരെ ഞാൻ ആരെയും ഒരു സഭായോഗത്തിൽ ഞാൻ ക്ഷണിച്ചിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ട് ഞാൻ അവരെ ക്ഷണിച്ചു. അവർ വന്നു. അത് മാത്രമല്ല എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് ധൈര്യവും എനിക്ക് ആലോചനകളും എന്നെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ടിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. തൃശ്ശൂരാണ് അവര് ഇവിടെ ചിറയൻകീഴ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്നത്. ഈ അടുത്ത മാസങ്ങൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അവർ വീണ്ടും തൃശ്ശൂരിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണ ഇടയെ ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടുന്ന് ചേച്ചി, ആ സഹോദരി ഇങ്ങോട്ട് കടന്നു വന്നു. അവരുടെ അമ്മ ഇവിടെ ആറ്റിങ്ങിലാണ് താമസം. അങ്ങനെ അമ്മയെ കാണാം എന്നുള്ള രീതിയിൽ കടന്നു വന്നു. അത് ഈ ദിവസം തന്നെ ക്രമീകരിച്ചത് ഇന്നലെ ആ സഹോദരൻ മിനിഞ്ഞാന്നോ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കൺവെൻഷന് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. എങ്കിലും പിന്നെ പറഞ്ഞു സഹോദരി മാത്രമാണെങ്കിൽ അവിടെ എത്തുമെന്ന് പറയാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറഞ്ഞതുപോലെ മറ്റൊരു കുടുംബമാണ് ഇവിടെ ശ്രീകാര്യത്തുള്ള നമ്മുടെ ഒമ്മനാൻ്റെയും നമ്മുടെ മോഹനാങ്കലിൻ്റെയും സഹോദരിയായിട്ടുള്ള സുഭദ്ര ആൻ്റിയും അവരുടെ മകളും അവരും ശ്രീകാര്യത്താണ്. അവരടുത്ത് ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പ്രാർത്ഥന വിഷയം ഇതെല്ലാം പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അവർ ഇന്നലെ ഇവിടെ എത്തി. ഹല്ലേലൂയ. അവർ ഇന്നലെ ഇവിടെ എത്തി മോഹനാങ്കലിൻ്റെ വീട്ടിൽ വസിക്കുകയാണ്. അവർ നാളെ മാത്രമേ കടന്നു പോകുള്ളൂ. അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരുപറ്റം ദൈവമക്കളുടെ സ്നേഹത്തിലാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത്, ഞാൻ മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രചോദനകരമായി തീർന്നത് അരുൺ ബോസിനെ ഞങ്ങൾ മറക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ ബൈബിൾ കോളേജിൽ 1 വർഷം സീനിയറും ജൂനിയറുമായിട്ട് പഠിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സമയത്ത് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് ഞാനും അരുൺ ബോസും ആരോൺ പാഷ് പുറത്ത് പോയി. ഇപ്പോൾ നേരത്തെ ബ്രദറായിരുന്നു, ഇപ്പോൾ പാഷാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവര് നമ്മൾ പെട്ടെന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് പരസ്യയോഗം ചെയ്യാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയാൻ തക്കണ്ണട. അങ്ങനെ ഞാൻ പറഞ്ഞു വണ്ടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വണ്ടി ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് മാറ്റി വെച്ചിട്ട് ആ വണ്ടിയായിട്ട് നമ്മൾ അവിടെ പോയി പരസ്യയോഗം ചെയ്യുവാൻ തക്കണ്ണട. അത് വല്ലപ്പോഴും കൂടി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ആ ബിസിനസ് മതിയാക്കിയപ്പോഴത്തേക്ക് ഞാൻ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു സഹോദരൻ നിങ്ങൾ കൊണ്ട് പരസ്യയോഗം ചെയ്യും, കർത്താവിന്റെ വേല നടക്കട്ടെ. അങ്ങനെ അവിടെ കൊണ്ടുപോകാൻ തക്കവണ്ണ ഇടയാ. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു മുഖാന്തരങ്ങളാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും അങ്ങനെ അദ്ദേഹത്തിലൂടെയാണ് ഈ മിനിസ്ട്രിയിലുമായിട്ട് ബന്ധപ്പെടുവാനും കൂടുതലായിട്ട് ചേരുവാനും തക്കവണ്ണ ഇടയായത്. അദ്ദേഹത്തിന്റെ പ്രേരണയാണ്. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന സമയത്താണ് വീണ്ടും ഞാൻ പരസ്യയോഗം ചെയ്യുവാനായിട്ട് വീണ്ടും കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്ന് പരസ്യയോഗം ചെയ്യാന്നുള്ള തീരുമാനം എടുത്തപ്പോഴത്തേക്ക് അവിടുന്ന് ജോലി തന്നെ മതിയാക്കി കൊണ്ട് വരാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോ ഞാൻ രാവിലെ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് ബസ് കയറി ഇവിടെ അടുത്ത് ചെന്ന് അവരുടെ വണ്ടിയിൽ കൂടി പോയിട്ടാണ് പരസ്യയോഗം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കർത്താവിന് തോന്നി അത് പോരാ, അവൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് അവിടെ പോകാനും അവിടെ ഉള്ള ബാക്കിയുള്ളവരെയും കൂടെ കൂട്ടി പരസ്യത്തിന് ഒരു വണ്ടി കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു വണ്ടി തരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു മുഖാന്തരങ്ങളാണ്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓരോരുത്തരെയും പ്രത്യേക പേര് പറഞ്ഞ് ഞാൻ അവരെല്ലാം പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഞാനത് ചെയ്യാത്ത. ഇവരെല്ലാം എനിക്ക് എപ്പോഴും എന്നെ വിളിച്ചിട്ട് ധൈര്യം തരുന്ന പ്രചോദിപ്പിക്കുന്ന ഓവുള്ള സഹോദരന്മാർ, യൂജൻ പാഷ്, ജോയ് പാഷ്, സുദർശൻ പാഷ്, രാമേന്ദ്ര പാഷ്, ഇവരൊക്കെ എനിക്ക് എല്ലാവരും ആരെയും അങ്ങനെ വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല. എല്ലാവരും ജോസ് പാഷ്, ഇവരൊക്കെ ഞങ്ങൾ പരസ്യത്തിൽ ഒരുമിച്ച് ചെയ്യുന്ന ഭാഷ. ഇങ്ങനെ എല്ലാവരും എനിക്ക് ഇദ്ദേഹം പണ്ട് ബ്ലസ് ആറ്റിങ്ങുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ
ഇതാണ്. അതുപോലെ ക്രിസ്തുരാജ് പാസ്റ്റർ, അദ്ദേഹവും ഞങ്ങൾക്ക് വളരെ ആത്മീയമായിട്ട് എനിക്ക് വലിയ പ്രചോദനം തരുന്ന പാസ്റ്റർമാരുണ്ട്. എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് എന്നെ ഇങ്ങനെ നിർത്തുവാൻ ഇടയാക്കിയത്, കർത്താവിൽ ബലപ്പെട്ട് നിർത്തുവാൻ ഇടയാക്കിയത് ഇവരുടെ എല്ലാം പ്രചോദനവും ഇവരുടെ ധൈര്യവും ഇവർ തരുന്ന അവസരങ്ങളുമാണ്. ഹല്ലേലൂയ. ഈ സഹോദരന്മാരുടെ എല്ലാവരെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓരോരുത്തരും പേര് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഒന്നും പറയാനായിട്ട് എനിക്ക് അവസരമില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. എല്ലാ സഹോദരങ്ങളെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദിയും അർപ്പിക്കുകയാണ്. കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ സഹോദരനുണ്ട് ഇവിടെ, പ്രവീൺ സഹോദരനാണ്. അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി ഒരു കാല് മടങ്ങത്തില്ല. വളരെ പാടുപെട്ടാണ് അദ്ദേഹം നടക്കുന്നത് തന്നെ. എങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാളായിട്ട് ഇവന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും വളരെ വളരെ ഉത്സാഹത്തോടെ ഞങ്ങള് ഹല്ലേലൂയ, ഞങ്ങൾ ഇവിടെ എല്ലാം പോയി ബാനർ കെട്ടി, ഇവിടെ എല്ലാം ഈ പരിസരങ്ങളിലെല്ലാം പോയി ബാനർ കെട്ടി കൂടെ വരും, ഓടി വരും. പറ്റത്തില്ല എങ്കിലും ഞാൻ പരമാവധി വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് അവിടെ ആക്കും, ബാക്കിയൊക്കെ അദ്ദേഹം ചെയ്യും. പിന്നെ കാട്ടിന്റെ ഇടയിലെല്ലാം എല്ലാം ഏണിയൊക്കെ പിടിച്ചു തരാൻ എല്ലാം ഞങ്ങൾ മാത്രം, ആ സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കണ്ടു. ആ ബാനറുകളെല്ലാം കംപ്ലീറ്റ് വലിച്ചു കയറി ദൂരെ ഇറങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്താണെന്നറിയോ? ഈ വലിച്ചു കീറിയവരെല്ലാം നാളെ വേദപുസ്തകം നമുക്ക് അവരെ ശപിക്കാനല്ല, ഇവരെല്ലാം വേദപുസ്തകം എടുത്ത് അവര് ദൈവത്തിന് വേണ്ടി ഇറങ്ങി ഈ ഹാളിൽ വരുന്ന അവരെ ആരാധിക്കും. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ ബാനർ ഇവിടെ കെട്ടി, അതും വലിച്ചു കയറി. ഞങ്ങളുടെ പ്രാർത്ഥന അതേ ഉള്ളൂ, വലിച്ചു കയറിയവർ ഇവിടെ വന്ന് ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന, ഇന്ന് മുതൽ അവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. സർവേശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് കഴിഞ്ഞ് നമ്മൾ ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് ബലപ്പെട്ട് നിങ്ങൾ കടന്നു പോകരുത്. എല്ലാവരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. നമ്മളെ കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് അന്നേരം ആഹാരമൊക്കെ കഴിച്ച് ബലപ്പെട്ട് കടന്നു പോകാം. സർവേശ്വരൻ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു സഹോദരനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. ഇന്നലെ നമ്മുടെ സഭയിലെ അംഗമാണ് അദ്ദേഹം, സുധീർ സഹോദരനാണ്. പിന്നെ അതുപോലെ ലേസി സഹോദരി ഇന്നലെ രാത്രി ഒരു 7 മണിക്കാണ് പോയത്. ഹല്ലേലൂയ. അതുവരെ എല്ലാ മരത്തിൽ ചാടി കയറി കയറ് കെട്ടാനും എല്ലാത്തിനും ഉത്സാഹിച്ച് നിന്നവരാണ്. ആ സഹോദരിയാണ് ഇവിടെ കംപ്ലീറ്റ് വൃത്തിയാക്കി കംപ്ലീറ്റ് വൃത്തിയാക്കിയത്. ആ സഹോദരിയാണ് ഇന്ന് രാവിലെ വന്ന് നമ്മുടെ ഭാവന ആന്റി, പ്രായമായ 10-75 വയസ്സുണ്ട് ആന്റി, കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട ആന്റിയാണ്. ഇവര് രണ്ടുപേരും ഇന്ന് കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ടതാണ് എന്റെ വ്യാഴാഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ബലപ്പെട്ട് നിൽക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അവര് ആന്റി വന്നിട്ട് പരാതി പറഞ്ഞു, ഇന്നലെ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, വിളിച്ചാൽ എനിക്കറിയാം, ഇവിടെ വന്ന് മൊത്തം ഇവിടെ കിടന്ന് ജോലികളെല്ലാം ചെയ്യും, ചിലപ്പോൾ ഇന്ന് വരാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ സുഖമില്ല കിടന്നു വരാം. എങ്കിലും രാവിലെ ഞങ്ങളോട് വന്നിട്ട് ഈ റോഡ് മൊത്തം തൂത്തത് ആന്റിയാണ്. ഹല്ലേലൂയ. ഈ റോഡ് മൊത്തം തൂത്ത് വൃത്തിയാക്കിയത് ആ ഭാവന ആന്റിയാണ്. 75 വയസ്സുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവിക സ്നേഹം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. ഈ സഭയുടെ ബലം അതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് ഇപ്പൊ 7-8 വിശ്വാസികളുണ്ട്. മോഹനാങ്കള്, ഓമനാന്റി, ഇവരെല്ലാം ഇവിടുത്തെ വിശ്വാസികൾ. ഇവർ മുഖാന്തരമാണ് രാവിലെ ആരാധന തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. അത് ഞാൻ പറയണമല്ലോ. ഹല്ലേലൂയ. എല്ലാത്തിനും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാസ്റ്റർ തമ്പി പീറ്റർ പാസ്റ്റർ മുന്നോട്ട് വരികയും പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യും. പെണ്ണുകളെ മൂടാൻ പ്രാർത്ഥിക്കാം. വിവിധ ഇടങ്ങളിലായിരുന്നു നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവം നമ്മെ കൂട്ടിച്ചേർത്തല്ലോ. എത്രത്തോളം ഈ യോഗത്തെ ദൈവം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തു. എല്ലാത്തിനും നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്നേ ദിവസം ഒരു വൺ ഡേ മീറ്റിംഗ് ആയിട്ട് ഇവിടെ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ യാത്രയിലൊക്കെ കൂടെ ഇരുന്ന തക്ക സമയത്ത്
ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഈ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ അവിടുത്തെ മക്കൾക്കായി സ്തോത്രം, ഈ സഭയ്ക്കായി സ്തോത്രം. ദൈവദാസനെ, കുടുംബത്തെ, വിശ്വാസികളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്ന് പ്രധാന ശുശ്രൂഷകൾ നിർവഹിച്ച ഞങ്ങളുടെ ദാസീദാസന്മാർക്കായി ഞങ്ങൾ പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടിയ മ്യൂസിക് ടീമിനായി പ്രാർത്ഥിക്കുന്നു. അവരെ ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാരംഭ സന്ദേശമായി ഞങ്ങൾ അറിയിച്ച 4 സ്വസ്ഥതകളെ കുറിച്ച് അറിയിച്ച പ്രിയ അച്ഛാമോളെ ഓർത്ത് ദൈവം ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. വീണ്ടും ശക്തിയോടെ പ്രിയപ്പെട്ടതിനെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാസ്റ്റർ സിനിമോനായി പ്രത്യേക സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള സന്ദേശം അറിയിപ്പാൻ ദാസനെ ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. വിശുദ്ധമായ ഒരു ആലയം പണിയേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വലിയ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. ഒരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. ഇനിയും ചിലരെ ഈ ദേശത്തു നിന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചതിനപ്പുറമായ മീറ്റിങ്ങിനെ ദൈവം നടത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തെല്ലാം നിന്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം വൈകിട്ട് നടക്കുന്ന സുവിശേഷ യോഗത്തിനായി സ്തോത്രം. ഇവിടെ കൂടി വന്നിരിക്കുന്നവർ മാത്രമല്ല, അനേകർ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞ് കടന്നു വരുവാൻ ദൈവം ഇടയാക്കണം. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇവിടെ ദൈവം വെളിപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞാനോ ഉയർത്തപ്പെട്ട സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഇന്ന് രാത്രി അനേകർ ദൈവത്താൽ ആകർഷിക്കപ്പെടുന്ന രാത്രിയാക്കി ദൈവം തീർക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുകരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചടിയങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. അക്സാമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അക്സാമോളുടെ പിതാവ്. താൻ 51-ാമത്തെ വയസ്സിൽ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട് ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. ആ മോള് പ്രസംഗിച്ചപ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം ആ പ്രിയ പൈതലിനെ ഉപയോഗിക്കട്ടെ. തുടർന്നും ആ പൈതലിനെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കുവാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, നമ്മളെ ആശ്വസിപ്പിച്ചു നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗം, കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകാല സഭയോടുള്ള പ്രവർത്തനങ്ങളോടും, പ്രത്യേകാൽ രാത്രി നടക്കുന്ന സുവിശേഷ യോഗങ്ങളോടും കർത്താവിന്റെ വരവലിരിക്കുമാറാകട്ടെ. പകലും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.